ഹലോ, കേൾക്കുന്നില്ലേ? ഓക്കെ. അതിനകത്ത് രണ്ട് കാര്യങ്ങൾ ആദ്യമേ പറയട്ടെ. കേൾക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ പറയുന്നത് കേൾക്കാമോ? കേൾക്കാം. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കാം. ഓക്കെ ഓക്കെ. സോ മഞ്ജുഷേ, ഇതിനകത്ത് ഞാൻ ഈ ബജറ്റിനെ വിലയിരുത്തുന്നത് വളരെ പ്രാക്ടിക്കലായിട്ടുള്ള ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ബജറ്റ് എന്ന നിലയിലാണ്. ഇവിടെ നമുക്ക് പ്രതിപക്ഷം ഉയർത്തുന്ന ആരോപണത്തെ സ്വാഗതം ചെയ്യുകയാണ്. കാരണം അവർ പറഞ്ഞതുപോലെ ഇതിനകത്തൊരു സ്വകാര്യ നിക്ഷേപം അല്ലെങ്കിൽ സ്വകാര്യ വൽക്കരണം ഉണ്ടെന്നൊക്കെ പറഞ്ഞാലും അതില്ല എന്ന് പറയാൻ ഇപ്പോൾ ഞങ്ങൾ തയ്യാറാകുന്നില്ല. എൻ്റെ പ്രധാനപ്പെട്ട കാരണം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞു. 87,000 കോടി അല്ലെങ്കിൽ 87,000 കോടി രൂപയുടെ കടം ബാധ്യത, 5.07 ലക്ഷം കോടിയുടെ കടം ഉള്ള ഒരു സംസ്ഥാനത്ത് എങ്ങനെയാണ് നമുക്ക് പുതിയതായി ഇത്തരത്തിലൊരു സ്വകാര്യ നിക്ഷേപം കൊണ്ടുവരാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുക എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. നമുക്ക് ഇവിടെ പുതിയ തലമുറയിൽപ്പെട്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തൊഴിൽ കൊടുക്കണം. സർക്കാരിന് അത് കൊടുക്കാൻ കഴിയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ മേഖലയിലും സ്വകാര്യ നിക്ഷേപം കൊണ്ടുവരിക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. 28 സംസ്ഥാനങ്ങളിലും 8 യൂണിയൻ ടെറിട്ടറികളിലും എല്ലാ സർക്കാരുകളും മത്സരിച്ച് സ്വകാര്യ നിക്ഷേപങ്ങൾ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇന്ത്യ ഗവൺമെൻറ് അടക്കം ചെയ്യുന്നു. അപ്പോൾ ഞങ്ങളുടെ പ്രഖ്യാപനം നേരത്തെ ഇവിടെ മഞ്ജുഷ് ശ്രീജിത്തിനോട് സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾ ഭരിക്കുമ്പോൾ UPA സർക്കാർ ഉണ്ടായിരുന്ന കാലത്തും ഞങ്ങൾ ആ നയം സ്വീകരിച്ചിട്ടുണ്ട്. അത് ശ്രീ മൻമോഹൻ സിംഗിൻ്റെ കാലം മുതൽ തന്നെ അത്തരത്തിലുള്ളൊരു സമീപനമാണ് ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. അതിൽ പ്രധാനമായിട്ടും ഒരു പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷന് കൂടുതൽ ഊന്നൽ നൽകിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ കേരളത്തിൻ്റെ സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇവിടെ വലിയ വിസ്മയങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞ് പ്രതീക്ഷിച്ചിരുന്ന ആളുകൾക്ക് വിസ്മയം ഇപ്പോഴില്ല എന്ന് തോന്നുന്നതിൻ്റെ കാരണം എനിക്ക് തോന്നുന്നത് അതിനകത്തൊരു പ്രാക്ടിക്കലായിട്ട് ഈ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട്, കാരണം പണം എന്തെല്ലാം പറയാം, സാധാരണഗതിയിൽ നമ്മൾ കാണുന്നത് ബജറ്റിൽ വലിയ കോടികൾ ഇങ്ങനെ നീക്കി വച്ചിരിക്കുന്നു എന്ന് പറയാറുണ്ട്. പക്ഷേ പ്രാക്ടിക്കലായിട്ട് നമ്മൾ അതിൻ്റെ ഒരു അസസ്മെൻറ്റ് നടത്തി കഴിയുമ്പോൾ ആ വർഷം കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ ഒരു അക്കൗണ്ടബിലിറ്റി പരിശോധിച്ച് നോക്കുമ്പോൾ എത്രത്തോളം നടപ്പാക്കിയെന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ പകുതി പോലും നടപ്പാക്കാനായിട്ട് സർക്കാരിന് സാധിക്കാറില്ല. അപ്പോൾ അത്തരത്തിലല്ല നമ്മളിത് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞതുപോലെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച മിഷൻ സമുദ്ര വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്കറിയാവുന്ന പോലെ 2 പ്രധാനപ്പെട്ട തുറമുഖങ്ങൾ ഉണ്ട് നമുക്ക്. അതോടൊപ്പം തന്നെ മറ്റ് പല ഇതുമായി ബന്ധപ്പെട്ടിട്ട് 10-17 ചെറിയ തുറമുഖങ്ങൾ, അതോടൊപ്പം തന്നെ ഷിപ്പിംഗ് ടെർമിനൽ, അങ്ങനെ ഒരുപാട് സംവിധാനങ്ങൾ നമുക്കുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സാധ്യതയെ നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ടില്ല. അവിടെയാണ് ആ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് ഈ മിഷൻ മുന്നോട്ട് വെക്കുന്നത് ഈ ഗവൺമെൻറ്. അതിനിപ്പോൾ ശ്രീജിത്ത് പറഞ്ഞതുപോലെ 400 കോടി രൂപ തികയില്ല അല്ലെങ്കിൽ പോരാ എന്ന് പറയുന്നത് ശരിയായിരിക്കാം. പക്ഷേ ശ്രീജിത്തെ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, പണം വേണ്ടേ നമ്മുടെ കയ്യിൽ? ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 5.0 ലക്ഷം കോടി രൂപ കടമുള്ള ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ 87,000 കോടി രൂപയുടെ ബാധ്യത കൊടുത്തു തീർക്കാൻ കടം കൊടുത്തു ബാധ്യതയുള്ള ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു തുടക്കം എന്ന നിലയിലാണ് നമ്മളിത് മുന്നോട്ട് വെക്കുന്നത്. ഇപ്പോൾ ഇന്ന് പത്രക്കാർ ചോദിച്ചൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. 25 ലക്ഷം രൂപയുടെ സൗജന്യമായിട്ടുള്ള ലൈഫ് ഇൻഷുറൻസ് എല്ലാ നമ്മുടെ കേരളത്തിലെ കുടുംബങ്ങൾക്ക് അല്ലെങ്കിൽ എല്ലാ വീടുകൾക്കും കൊടുക്കുമെന്ന് പറഞ്ഞു. അതിന് മാറ്റിവെച്ചിരിക്കുന്ന തുക എന്ന് പറയുന്നത് 10 കോടി രൂപയാണ്. അത് മതിയോ എന്നൊരു ചോദ്യം ചോദിച്ചു. വളരെ കൃത്യമായി അദ്ദേഹം മറുപടി പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു CPR തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ തുക നമ്മൾ തയ്യാറാക്കി കൊടുത്തിരിക്കുന്നത്, മാറ്റിവെച്ചിരിക്കുന്നത്. അപ്പോൾ ആ പദ്ധതി പ്ലാനിങ്ങോടുകൂടി അതിൻ്റെ കാര്യങ്ങളും മറ്റ് സംവിധാനങ്ങളും അതിൻ്റെ കപ്പാസിറ്റി എത്രത്തോളം ഉണ്ട്, അതിൻ്റെ പ്ലാനിങ് എങ്ങനെ വേണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അത്തരത്തിൽ ആ തുക മാറ്റിവെച്ചിരിക്കുന്നത്. അതിലൂടെ മാത്രമേ നമുക്ക് അതിൻ്റെ ഒരു സാധ്യതയെക്കുറിച്ച് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഇപ്പോൾ ഈ ബജറ്റിൽ മാറ്റിവെച്ചിരിക്കുന്ന പല തുകകളും ഒരു തുടക്കം എന്ന നിലയിലാണ്. ഇവിടെ സർക്കാർ ജീവനക്കാർക്ക് വലിയ സങ്കടമുണ്ടായി എന്ന് പറയുന്നു. എന്താ പറഞ്ഞത്? ഈ ബജറ്റിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുള്ളത് ഒരു തരത്തിലും DA/DR ഗഡുക്കൾ വരുത്തില്ല എന്നുള്ള, ആ ഗഡുക്കൾ കൃത്യമായി കൊടുക്കും. അതൊരു പ്രഖ്യാപനം മാത്രമാണ്, അത് കൊടുക്കുമെന്നുള്ള ഒരു ആശ്വാസം മാത്രമാണ്. പക്ഷേ എങ്ങനെ കൊടുക്കും, എന്ന് കൊടുക്കും എന്നുള്ള കാര്യം വന്നിട്ടില്ല. അത് മാറ്റിവെക്കാം. സർക്കാർ ജീവനക്കാർക്ക് വലിയ വിസ്മയം ഉണ്ടായില്ല. നോക്കൂ, സ്വകാര്യ നിക്ഷേപത്തിലൂടെ പണം വരാതെ കേരളത്തിന് ഇനി മുന്നോട്ട് പോകുവാൻ സത്യമല്ലേ ഞാൻ ചോദിക്കുന്നതല്ലേ സത്യം? അതല്ല യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യത്തിന്റെ മുമ്പിൽ നമ്മൾ കണ്ണടച്ചിട്ട് വല്ല കാര്യവും? സ്വകാര്യ നിക്ഷേപകർ വന്ന് നികുതി ഇനത്തിലും മറ്റുമായിട്ട് സംസ്ഥാനത്തിന് ഈ ഇൻകം വന്നു തുടങ്ങുമ്പോൾ, വരുമാനം വന്നു തുടങ്ങുന്നത് വരെ സംസ്ഥാനം ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. മറ്റു വരുമാന മാർഗങ്ങളൊന്നുമില്ല.
അല്ല ശ്രീ മഞ്ജുഷ, അതാണ് യാഥാർത്ഥ്യം. നമ്മുടെ മുമ്പിൽ നമുക്ക് ടൂറിസം മേഖല മാത്രമാണ് നമ്മുടെ മുമ്പിൽ ആകപ്പാടെ നമ്മുടെ മുമ്പിൽ എന്തെങ്കിലും ഒരു വരുമാന സാധ്യത ഉണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത്. നമുക്കിവിടെ വലിയ വ്യവസായങ്ങളില്ല. നമുക്ക് അതോടൊപ്പം തന്നെ ആരോഗ്യ മേഖല കാര്യങ്ങൾ അറിയാം. ഈ മേഖലകളെല്ലാം തന്നെ നമുക്ക് വരുമാനം ഉണ്ടെങ്കിൽ മാത്രമല്ലേ നമുക്ക് കാര്യങ്ങൾ ചെലവഴിച്ച് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അത് മാത്രമല്ല, ലഭിക്കുന്ന വരുമാനത്തിൻ്റെ 77% പെൻഷനും അതോടൊപ്പം ശമ്പളവും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി പോകുന്നു. ബാക്കി തുക മാത്രമേ നമുക്ക് എന്തെങ്കിലും കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയുന്നുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഈ ബജറ്റിന് മുമ്പ് തന്നെ വളരെ കൃത്യമായി ധവളപത്രം പുറത്തിറക്കിയത്. എന്താണ് നമ്മുടെ ധന ആരോഗ്യസ്ഥിതി എന്ന് നമ്മുടെ മുമ്പിലുണ്ട്. ആ യാഥാർത്ഥ്യമുണ്ട്. ഇപ്പോൾ 10 വർഷം. അപ്പോൾ നമ്മളെന്താ ചെയ്തത്? ഞങ്ങൾ ചെയ്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആദ്യം ഈ സർക്കാർ കഴിയുന്നത്ര എല്ലാ മേഖലയിലെയും ചെലവ് കുറച്ചു കൊണ്ടുവന്നു. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി രണ്ടാമത് എന്താ നമുക്ക് പ്രായോഗികമായി ചെയ്യാൻ കഴിയുന്നത്? നമുക്ക് ഇത് ആരെങ്കിലും അല്ലെങ്കിൽ ഒരു 1-2 വ്യക്തികൾ മാത്രം ചേർന്ന് എടുത്തിട്ടില്ല. പ്രതിപക്ഷത്തുള്ള അതോടൊപ്പം ഈ കേരളത്തിലുള്ള ഏറ്റവും മികച്ചതായിട്ടുള്ള എല്ലാ പ്രധാനപ്പെട്ട ധനകാര്യ വിദഗ്ധന്മാരടക്കമുള്ള എക്സ്പേർട്സുമായി വളരെയധികം സമയം മുഖ്യമന്ത്രിയും അതോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ട ആളുകളുമൊക്കെ ചർച്ച ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പ്രായോഗികമായി നടപ്പാക്കാൻ കഴിയുന്ന ഒരു കാര്യം, അതിനകത്ത് ഇവിടെ സ്വകാര്യ നിക്ഷേപകർക്ക് കടന്നു വരാൻ ആവശ്യമായിട്ടുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഒരു എൻവറോൺമെന്റ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഒരു ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം. ശരി, അതിനുവേണ്ടിയുള്ള മറ്റൊരു കാര്യം കൂടി ചെയ്തിട്ടുണ്ട്. ഭൂപരിഷ്കരണ നിയമം 2 എന്നുള്ള പേരിൽ ഭൂമി കിട്ടുന്നതിനുള്ള തടസ്സം മാറ്റി കൊടുത്തിട്ടുമുണ്ട്. ഇതും അതിനകത്ത് വന്നിട്ടുണ്ട്. ശരി, ശ്രീ MK ഹരിദാസ്, താങ്കൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? സ്വകാര്യ നിക്ഷേപമാണ് ഈ ബജറ്റിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അതിന് ന്യായീകരണവും വരുന്നുണ്ട്. ഈ സ്വകാര്യ നിക്ഷേപകർ വന്ന് കേരളത്തിൽ പണം മുടക്കാതെ ഇനി കേരളത്തിന് ഒരടി മുന്നോട്ട് വെക്കാൻ പറ്റുകയില്ല എന്നുള്ളതാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.